ലോകം ആരോഗ്യ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ ശില്പശാല സംഘടിപ്പിച്ചു. ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യത്തിൽ ആയുസ്സിന്റെ പങ്കും ജീവിതശൈലിയും എന്ന വിഷയത്തിലാണ് മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ ശില്പശാല സംഘടിപ്പിച്ചത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ക്ലാസ് എടുത്തു. നമുക്ക് കാർബ് അല്ല വേണ്ടത്, പ്രോട്ടീൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ രാവിലെ പുട്ട കഴിക്കുന്നെങ്കിൽ കടലക്കറി കഴിക്കുക, ഒരു മുട്ട പുഴിയും കഴിക്കുക. ഉച്ചയ്ക്ക് എന്നും ചിക്കൻ കഴിക്കുക. ചിക്കൻ ഈസ് എ ലീൻ മീറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഇല്ല, ലീൻ മീറ്റ് ആണ് ചിക്കൻ, മീൻ. ഇപ്പൊ നോൺ വെജ് അഥവാ പ്രോട്ടീൻ കഴിക്കുന്നെങ്കിൽ നട്ട്സ് കഴിക്കാം. സോ പ്രോട്ടീൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഏജ്. എങ്ങനെ ഏജ് എന്ന് പറയാം? യു വിൽ ഹാവ് സാർക്കോപീനിയ. സാർക്കോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായം ചെല്ലുന്തോറും നിങ്ങളുടെ മസിൽ മാസ് കുറഞ്ഞു വരും. ഒരു 45 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും 1% മസിൽ മാസ് നിങ്ങൾക്ക് കുറഞ്ഞു വരും. അതിന് സാർക്കോപീനിയ എന്ന് പറയാം. പക്ഷെ നിങ്ങളുടെ വെയിറ്റ് കുറയത്തില്ല. ഇതുണ്ടോ ഒരു പടം നോക്ക്. ഒരു യങ് ആയിട്ടുള്ള ആളുടെ കാഫിലെ മേജർ പോർഷൻ ഈസ് മസിൽ. പക്ഷെ ഏജ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വണ്ണമൊക്കെ അങ്ങനെ ഉണ്ടാവും, പുറത്തുനിന്ന് കാണുമ്പോൾ അതേ വണ്ണമൊക്കെ, പക്ഷെ മസിൽ മാസ് കുറവായിരിക്കും, ഫാറ്റ് റീപ്ലേസ് ചെയ്യും. ശ്രദ്ധിച്ചാൽ മതി. ഒരു 45 വയസ്സോ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാത്ത ആള് വെയിറ്റ് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും. എവിടെ വെയിറ്റ് വരുന്നത് അറിയാമോ? ഇവിടെ ഫാറ്റ് കൂടും, കൈയൊക്കെ ശോഷിക്കും, നമ്മുടെ ഒരു രൂപം അങ്ങ് മാറും. സോ അതുകൊണ്ട് തന്നെ ബോഡി വെയിറ്റ് ഒരിക്കലും ഞാൻ വെയിറ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ മസിൽ മാസ് ഓക്കെ ആണോ നോക്കണം. MBMM അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ ബൈജു പോൾ കുര്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ JN ജേക്കബ് മാത്യു, ഡോക്ടർ കെംതോസ് പോൾ, ഡോക്ടർ എബി ആലുക്കൽ, ഡോക്ടർ ജേക്കബ് കുരുവിള തുടങ്ങിയവർ പ്രസംഗിച്ചു. കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗത്തിലെ ബൈസ്റ്റാൻഡേഴ്സിനായി ആരംഭിച്ച സൗജന്യ സമർപ്പിത കൗൺസിലിംഗ് പദ്ധതിയായ സ്മൈൽ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. GTV ന്യൂസ്, കോതമംഗലം.